എല്ലാവർക്കും സോളാറിലേക്ക് മാറാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയൊരു തുക ആദ്യം തന്നെ ചെലവാക്കാനായിട്ട് പലരുടെയും കയ്യിൽ കാണില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ സോളാർ ലോണുകളെ കുറിച്ച് അറിയേണ്ടത്. സാധാരണ പേഴ്സണൽ ലോണുകളെ അപേക്ഷിച്ച് സോളാർ ലോണുകൾക്ക് പലിശ കുറവാണ്. അതോടൊപ്പം തന്നെ തിരിച്ചടവ് കാലാവധി ഏകദേശം ഒരു 5-10 വർഷമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് EMI വളരെ കുറവായിരിക്കും. സോളാർ വെക്കാനായിട്ട് വലിയൊരു തുക മുടക്കാനായിട്ട് എല്ലാ ആളുകൾക്കും ഒരുപോലെ സാധിക്കില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ലോൺ സൗകര്യങ്ങളൊക്കെ വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ലോൺ മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സബ്സിഡി കൂടിയാണ്. അതായത് ഒരു 1 കിലോവാട്ട് സിസ്റ്റത്തിന് 30,000 രൂപയാണ് നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നത്. ഒരു 2 കിലോവാട്ടിന് 60,000 രൂപ, 3 കിലോവാട്ടിന് 78,000 രൂപ വരെയാണ് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. സബ്സിഡി കൂടി കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ എടുത്ത തുക ഈ സബ്സിഡി കിട്ടുന്ന സമയത്ത് അതിന്റെ ഒരു പാതി ഭാഗത്തോളം അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലോൺ തുക 2 ലക്ഷം രൂപയാണ് എങ്കിൽ നിങ്ങൾ സബ്സിഡി വരുന്ന സമയത്ത് ഇപ്പൊ 78,000 രൂപയാണ് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതെങ്കിൽ ആ വരുന്ന തുക നിങ്ങൾ ലോണിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ ബാക്കിയുള്ള തുകയ്ക്ക് നിങ്ങൾ EMI അടച്ചാൽ മതിയാകുമല്ലോ. പല ബാങ്കുകളും ലോൺ തരുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ കൊട്ടേഷൻ അനുസരിച്ചുള്ള 90% ആയിരിക്കും നിങ്ങൾക്ക് ലോൺ ആയിട്ട് ലഭിക്കുന്നത്. ഒരു 3 കിലോവാട്ട് സിസ്റ്റത്തിന് ലോൺ ആയിട്ടൊക്കെ ലഭിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. 5.75 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് വരുന്നത്. EMI ആയിട്ട് 2,200 രൂപയാണ് ഏകദേശം നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. ഇത്തരത്തിലെ സബ്സിഡി വഴിയും ലോൺ സൗകര്യങ്ങൾ വഴിയും നമുക്ക് സോളാറിൽ നിന്നുള്ള ലാഭം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കറണ്ട് ബില്ല് കൂടുന്ന ടെൻഷൻ ഉണ്ട്, പക്ഷെ സോളാർ വെക്കാനുള്ള കാശില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ സോളാർ വെക്കാനായിട്ട് ഇതുപോലെയുള്ള ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്.